സിനിമ 11:25 തുടങ്ങി രാത്രി 2:15 തീർന്ന്, കറക്റ്റ് ടൈം നോക്കിയല്ലേ തീർന്നത്. ആ തീരുന്നത് വരെ ഈ സീറ്റ് നമ്പർ A1 ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ തുടങ്ങിയത് മുതൽ തീരുന്ന വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പം ഇവിടെ ഇരുന്ന ക്യാമറ പുള്ളി പതിയെ മാറ്റി ഈ സൈഡിലാക്കി, ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ല, ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ തിയേറ്ററിൽ വൺ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാ സിനിമകളുടെയും സകല റെക്കോർഡുകളും ഈ സിനിമ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നോമ്പുകാരായിട്ട് പോലും ഈ സിനിമ ഓടുന്ന എല്ലാ തിയേറ്ററും ഫുൾ ആണെന്നുള്ളതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും കോൺട്രവേഴ്സികളും നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അതവിടെ കേൾക്കട്ടെ. ഇന്ന് ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു വൻ പ്രചാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്താണെന്നല്ലേ, ഈ സിനിമയുടെ തിയേറ്റർ പ്രിന്റ് പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഏതൊരു സിനിമയാണെങ്കിലും ആ സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണല്ലേ ഇത്. കാരണം ഇങ്ങനെ തിയേറ്റർ പ്രിന്റുകൾ ഇറങ്ങുന്നത് അത് തിയേറ്ററിലേക്കുള്ള കുത്തിക്കയറ്റത്തെ നല്ല രീതിയിൽ കുറയ്ക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രേമം എന്ന് പറയുന്ന സിനിമയ്ക്ക് നീം പോയിന്റ് അന്ന് ഇതേമാതിരി സിനിമ ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിയേറ്റർ പ്രിന്റ് ഇറങ്ങി. അത് സിനിമയുടെ കളക്ഷനെ വരെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് അല്ലെ. എന്നിട്ട് ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അൽഫോൺസ് പുത്രൻ ഇതിനെതിരെ കേസ് കൊടുത്ത ആളെ പൊക്കി എന്നുള്ളതാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നൊന്നരെ തുടങ്ങിയ സംഭവമല്ല, പണ്ട് കാലം തൊട്ടേ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. പണ്ടൊക്കെ CD ഷോപ്പുകളിൽ ഈ സംഭവം സുലഭമായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും സിനിമ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ ആ CD ഷോപ്പിൽ ഈ സിനിമയുടെ തിയേറ്റർ പ്രിന്റ് ഉണ്ടാവും. അതെങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? ഈ CD ഷോപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തിയേറ്ററിൽ കയറും, എന്നിട്ട് ഇടം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ആ സാധനമാണ് ഇവരെടുത്ത് വ്യാജ കോപ്പിയായിട്ട് പ്രചരിപ്പിക്കുന്നത്. നല്ല വൻ രീതിയിൽ പല CD ഷോപ്പുകളും ഇതുവഴി ലാഭം കൊയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല CD ഷോപ്പുകൾ ഇത് കാരണമായി അടിച്ചു പൂട്ടേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷെ അന്നൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അതൊക്കെ സിനിമയുടെ ഫ്ലോനെ അത്രക്കൊന്നും ബാധിച്ചിട്ടില്ലായിരുന്നു. കാരണം ഒരു CD ഷോപ്പ് അതുമായി ചുറ്റപ്പെട്ട കുറച്ച് ലൊക്കാലിറ്റിയുള്ള ആൾക്കാരല്ലേ, ഒരു 100-150 ആൾക്കാർ ആ CD ഇട്ട് കാണും. അതൊന്നും വലിയ പ്രശ്നമായിട്ട് സിനിമയെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് അതൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പിന്നീട് കാലം മുന്നോട്ട് പോയി സോഷ്യൽ മീഡിയ യുഗം എത്തിയ സമയത്ത് ഇതൊരു വൻ പ്രശ്നമായി മാറി എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരുത്തൻ തിയേറ്ററിൽ കയറി ഈ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അത് ലക്ഷക്കണക്കിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്താണ് അല്ലേ. ഇത് കാണുന്ന തിയേറ്ററിൽ പോകാൻ നിന്ന പലരും ആ തിയേറ്റർ കോപ്പി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ പോകാനുള്ള തീരുമാനം ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അതുവഴി വൻ നഷ്ടമായിരിക്കും തിയേറ്റർ ഉടമകൾക്കും സിനിമാ പ്രവർത്തകർക്കും ഉണ്ടാകുന്നത്. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ തിയേറ്റർ പ്രിന്റ് ഇറക്കാൻ സുഖമായിരുന്നു, കാരണം തിയേറ്ററിൽ CCTV ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്ന് കാലം മാറി, CCTV ഒക്കെ വന്നില്ല, ആധുനിക സജ്ജീകരണങ്ങളുള്ള CCTV വന്നെന്നുള്ളതാണ്. പക്ഷെ എന്നിട്ട് കൂടിയും ഇന്ന് തിയേറ്റർ പ്രിന്റുകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. ചില തിയേറ്റർ പ്രിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ HD 4K ക്വാളിറ്റിയാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ തിയേറ്റർ പ്രിന്റ് ആണെന്ന് തോന്നത്തില്ല. ആ രീതിയിലൊക്കെ എടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് വെച്ചെടുത്തതായിരിക്കും അല്ലെ. കയ്യിൽ പിടിച്ചെടുക്കാൻ എന്തായാലും കൈ ഇങ്ങനെ എടുക്കല്ലോ. 2-3 മണിക്കൂർ ഒരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, കൈ കടിയൂലേ. അപ്പൊ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെ ഒരു തിയേറ്ററിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററുകാർ ഉറപ്പായിട്ടും അറിയും. അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററുകാരുമായി നടത്തിയ ഒരു ഒത്താശ തന്നെ ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കൂല. ചിലപ്പോൾ വലിയൊരു എമൗണ്ട് ഇവർ തിയേറ്ററുകാർക്ക് കൊടുക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ സ്വയം നഷ്ടം വരുത്തുന്ന ഈ പരിപാടി തിയേറ്ററുകാർ ചെയ്യില്ലല്ലോ. കാരണം തിയേറ്റർ പ്രിന്റ് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ കയറും, ഇല്ല ഉറപ്പായിട്ടും കയറില്ല. അപ്പൊ എന്തായാലും ക്യാഷ് കിട്ടാണ്ട് ഈ പരിപാടി ചെയ്യാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇപ്പൊ ഞാനിത് പറയാനുള്ള പ്രധാന കാരണം ആലിസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ യൂട്യൂബർ പലർക്കും അറിയുമായിരിക്കും. ഈ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരി ഇതേമാതിരി ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഒരു 12 മണിന്റെ അടുത്തുള്ള ഷോക്കിങ് ബുക്ക് ചെയ്ത് പോയി. അവിടെ പുള്ളിക്കാരന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന ആൾക്കാർ പരിപാടി നടന്നറിയും ഇതേമാതിരി തിയേറ്റർ പ്രിന്റ് എടുക്കുക. പുള്ളിക്കാരൻ മൊബൈലിൽ വെച്ച് ഇങ്ങനെ തിയേറ്റർ പ്രിന്റ് എടുക്കായിരുന്നു. അതിനെക്കുറിച്ച് ആലിസ് ക്രിസ്റ്റി പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. തന്നെ തൊട്ടപ്പുറത്തോട്ട് ഒരു കോർണർ സീറ്റ്, എന്റെ ഓർമ്മയിൽ ആ സീറ്റ് നമ്പർ 1 ആണ്. A1 ആയിരിക്കും. A1, A2, A3, A4, A5 അങ്ങനെയായിരുന്നു അത് പോയിരുന്നെന്നാണ് എന്റെ വിശ്വാസം. A1 തന്നെയാണ്. മെയിൻ ആയിട്ടും ആ ഒരു സീറ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. സിനിമ 11:25 തുടങ്ങി രാത്രി 2:15 തീർന്ന്, കറക്റ്റ് ടൈം നോക്കിയല്ലേ തീർന്നത്. ആ തീരുന്നത് വരെ ഈ സീറ്റ് നമ്പർ A1 ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാണോ അത് ഓപ്പോസിറ്റ് ഒരാൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ അത് റെക്കോർഡ് ചെയ്യുവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ വീഡിയോ എടുക്കുമായിരുന്നു. കാര്യം സിനിമ തുടങ്ങിയത് മുതൽ തീരുന്ന വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന ക്യാമറ പുള്ളി പതിയെ മാറ്റി ഈ സൈഡിലാക്കി, ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ല, ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന കേട്ടോ, ഈ സൈഡിലിരിക്കുന്നത്. പുള്ളി ഇങ്ങനെ എടുക്കുന്നു. ഇത് കണ്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം, ഒരു വിഷമം തോന്നി. എന്താ ഇതിനൊക്കെ പറയാ, ഫസ്റ്റ് ഡേ തന്നെ കയറി മാതിരി ഊളത്തരം കാണിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അല്ലെ. ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര വർഷത്തെ അധ്വാനാണ് അല്ലെ, എത്ര ആളുകളുടെ പ്രയത്നമാണ് അല്ലെ. അതാണ് ഇത്തരം ചെറ്റകൾ മാതിരി ഊളത്തരം കാണിച്ചില്ലാണ്ടാക്കുന്നത്. ഇതൊന്നും ഒരിക്കലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ആടുജീവിതത്തിന്റെ കേസിൽ അതിനുവേണ്ടി ബ്ലസ്സിയും പൃഥ്വിരാജ് എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ പോട്ടെ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ആരും എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. 16 വർഷമാണ് ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് അല്ലെ. ആ സിനിമ ചെയ്യാൻ വേണ്ടി അനുഭവിച്ച ഓരോരോ ത്യാഗങ്ങളെ കുറിച്ച് പൃഥ്വിരാജ് പല ഇന്റർവ്യൂകളും വന്നിരുന്ന് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞ എന്റെ മനസ്സിൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ആ സിനിമയിൽ ഒരു ടേക്ക് എടുക്കാൻ വേണ്ടി അവരെടുത്ത എഫേർട്ടാണ്.
എന്നുള്ളതാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊന്നുന്ന ഒരു ടേക്കാണ്. ആ ടേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ സൺറൈസിന്റെ സമയത്ത് അവിടെ പോയി ഷൂട്ട് ചെയ്യണം അല്ലെ. ജോർദാൻ മരുഭൂമിയിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജോർദാൻ ജിയോഗ്രഫി അനുസരിച്ച് 20 മിനിറ്റ് കൊണ്ട് സൂര്യൻ ഉദിച്ച് മുകളിലെത്തുന്നതാണ്. ഈ സമയത്തിനുള്ളിൽ വേണം ഇത് ഈ രംഗം ഷൂട്ട് ചെയ്ത് തീർക്കാൻ. എങ്ങനെ നോക്കിയാലും ഇത് ഷൂട്ട് ചെയ്ത് തീരില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ട് ഒരു ടാസ്ക് ആയിരുന്നു അത്. അങ്ങനെ അവർ ആദ്യ ദിവസം പോയി ഷൂട്ട് ചെയ്യാൻ നോക്കി, ഫെയിലായി. വീണ്ടും കാത്തിരുന്ന് അടുത്ത ദിവസം വീണ്ടും പോയി ഷൂട്ട് ചെയ്ത് അത് ഫെയിലായി. അങ്ങനെ അവരത് കാത്തിരുന്ന് 7 ദിവസത്തോളം എടുത്ത് ആ ഒറ്റ ടേക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാൻ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരൊറ്റ ടേക്കിന് വേണ്ടി ഇവരെടുത്ത് എഫേർട്ട് എത്രത്തോളം എന്നുള്ളത്. വേണമെങ്കിൽ CGI-ക്കുള്ള കാലമാണ്, ബ്ലസ്സിക്ക് വേണമെങ്കിൽ CGI-നെ ആശ്രയിക്കാം അല്ലെ. CGI വെച്ച് ഒരു കൃത്രിമ സൂര്യൻ ഉത്പാദിപ്പിക്കാനാണ് എത്ര പണി. ഇന്നത്തെ കാലത്തൊക്കെ സിമ്പിൾ ആയിട്ട് അതിന് പറ്റും. പക്ഷെ സിനിമ ഒറിജിനൽ ആയിരിക്കണം എന്നുള്ള ഒറ്റ വാശി ബ്ലസ്സിക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അത് വേണമെങ്കിൽ CGI വെച്ച് ചെയ്യാം അല്ലെ. പക്ഷെ പുള്ളിക്കാരൻ അതിനൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരുപാട് റിസ്ക് എടുത്ത് ബോഡി ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരന് ഡയറ്റീഷ്യൻ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, ഫിസിക്കൽ ട്രെയിനർ ഉണ്ട്, ഇവരൊക്കെ എടുത്തു പോയി ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് അവരൊക്കെ പൃഥ്വിനോട് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല, ഒരുപാട് രോഗങ്ങൾ പൃഥ്വിക്ക് നേരിടേണ്ടി വരും. ഇതൊക്കെ അനുഭവിച്ച് ബുദ്ധിമുട്ടിട്ട് വേണം പൃഥ്വിരാജ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനെന്നുള്ളതാണ്. അവസാനം അതിനെല്ലാം മറികടന്ന് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അത് കാരണമായി പുള്ളിക്കാരൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും നേരിടുകയുണ്ടായി. അതെല്ലാം മറികടന്നാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബ്ലസ്സിന്റെ എഫേർട്ട് എടുത്ത് പറയേണ്ടതാണ്. 16 വർഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെ. അതായത് ഒരു മനുഷ്യ വയസ്സിന്റെ 1/3. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ 2 വർഷങ്ങൾ ഒരു സിനിമ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 8 സിനിമകളോളം എടുക്കാം. ലാഭനഷ്ട കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സിനിമേനേക്കാളും എത്രയോ കോടികൾ ആ സിനിമകൾ കൊണ്ട് വരാം. പക്ഷെ പുള്ളിക്കാരൻ അതിനൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി തന്റെ മനുഷ്യ വയസ്സിന്റെ 1/3 ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പൃഥ്വിരാജ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്ലസ്സിയുമായി ആടുജീവിതം ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടനുമായി ഒരു സിനിമ ആലോചിക്കായിരുന്നു. ഇന്നിപ്പോ ലാലേട്ടനുമായി 3 സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റിലീസ് ആവാൻ പോകുന്നത് അടുത്ത സിനിമയെ കുറിച്ചുള്ള ആലോചനയിലാണുള്ളത്. പക്ഷെ ബ്ലസ്സി ഇപ്പോഴും ഒരു സിനിമയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തത് കാരണമായി സിനിമ ഷൂട്ട് ചെയ്ത് പാക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ച് പൃഥ്വിരാജ് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം. കമ്പയർ ടു വാട്ട് ബ്ലസ്സി ഈസ് ബീൻ ത്രൂ, ഞാൻ തടി കുറച്ചതും കൂട്ടിയതൊന്നും ഇസ് നത്തിങ്. അദ്ദേഹത്തിന്റെ സ്ട്രഗിളിന്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. ബ്ലസ്സേട്ടനും ഞാനും എപ്പോഴും തമാശയ്ക്ക് പറയായിരുന്നു. ഞാൻ ബ്ലസ്സേട്ടനോട് പറയും, ബ്ലസ്സേട്ടാ ആര് വീണാലും അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയും. അപ്പോൾ ബ്ലസ്സേട്ടൻ പറയാം, അല്ല അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞൊരു പന്തയം ഉണ്ടായിരുന്നു. ആ പന്തയം ഞാൻ ജയിച്ചു. ബ്ലസ്സേട്ടൻ ഓർമ്മ കാണില്ല, ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം അദ്ദേഹം കൊളാപ്സായി. അദ്ദേഹം 2 ദിവസം അവിടെ ജോർഡനിൽ ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് മാറ്റി സുപ്രിയയും ഞാനും തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ പാക്കപ്പ് ആയതുകൊണ്ട് സുപ്രിയ വന്നിരുന്നു. തിരിച്ചിങ്ങോട്ട് വന്ന ഫ്ലൈറ്റിലാണ് ബ്ലസ്സേട്ടനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ വീൽ ചെയറിലാണ് അമാൻ എയർപോർട്ടിലെ ലൗഞ്ചിൽ കൊണ്ടിരുത്തിയത്. ഭക്ഷണമൊന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത, അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. അപ്പോൾ അത്രയും ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫിൽം മേക്കർ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഒരു ഫലമാണ് ഈ സിനിമ. ഓക്കെ, ഈ ഒരു അനുഭവം തന്നെ മതി ഈ സിനിമ എത്രത്തോളം എക്സെപ്ഷണൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സിനിമയാണ് ഇത്തരക്കാരെ നശിപ്പിക്കുന്നത് അല്ലേ. എനിവേ, ബാക്ക് ടു ആലിസ് ക്രിസ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് എന്നിട്ട് നേരെ എന്താക്കി തിയേറ്റർ അധികൃതരെ അങ്ങ് അറിയിച്ച് അവർ ആക്ഷൻ എടുത്തോളും എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അറിയിച്ചിട്ട് എത്ര സമയമായിട്ടും തിയേറ്റർ അധികൃതർ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരും വരും എന്ന് കരുതിയിട്ട് പിന്നെയും വന്നില്ല. അവസാനം ആരുടെ എടുക്കാളെടുത്ത് അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആലിസ് ക്രിസ്റ്റി പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. ഞാൻ തിയേറ്ററിൽ പോയി പറഞ്ഞു. അതിനുശേഷം സിനിമ തീരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് ആരും വന്നില്ല. എന്നിട്ടും ഞാൻ വിചാരിച്ചു സിനിമ തീർന്നു. ഓക്കെ, ഇറങ്ങുന്ന ടൈം ആവുമ്പോൾ ആ പ്രൊജക്ടർ റൂമിൽ ഇരിക്കുന്ന ഒരാളെങ്കിലും അവരെങ്കിലും ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾ ഇറങ്ങി വരും എന്ന് വിചാരിച്ചു. ആരും വന്നില്ല. ഒരു മനുഷ്യൻ ആ തിയേറ്ററിൽ നിന്ന് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ട് ആ ഓഫീസിൽ നിന്ന് മൈൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു, ചേട്ടാ എന്താ വരാത്ത, ഞാൻ വന്ന് കംപ്ലൈന്റ് ചെയ്ത സാധനമല്ല, എന്താ വരാത്തേന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നില്ല. ഞാൻ പറഞ്ഞു ഞാനിത് കംപ്ലൈന്റ് ചെയ്യും, ഞാനിത് കംപ്ലൈന്റ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോഴും ഈ സെയിം ഭാവം തന്നെയാണ്. എന്നല്ലാതെ പുള്ളിക്ക് അയ്യോ ആരും വന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തതാണല്ലോ, അവർ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇന്ന ആളടുത്ത് ചോദിക്കട്ടെ. ഒരു റിയാക്ഷനും ഇല്ല. അവരെഴുന്നിട്ട് വളരെ നമ്മൾ പറഞ്ഞ സാധനത്തിന് പുല്ല് വില കൊടുക്കാന്ന് പറയില്ലേ, അതുപോലെ റിയാക്ഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ ചെങ്ങന്നൂർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കിതിന് കംപ്ലൈന്റ് ഉള്ള വല്ല വകുപ്പും ഉണ്ടോ, ഞാൻ ഇത് എന്ത് കംപ്ലൈന്റ് ആണ് ചെയ്യേണ്ടത്, ഞാൻ ആ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും സാധനങ്ങൾ എന്റെ ഉള്ളൂ, ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ഇറങ്ങി പോവുകയാണ്, കോപ്പിറൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇറക്കാൻ പാടില്ല എന്ന് നമുക്ക് നിയമമുണ്ട്, എനിക്കിത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ സമയം 3 മണിയായിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ വന്ന് ഇപ്പൊ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് അതിന് ഒരു എന്താ പറയാ ഒരു നടപടി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംഭവം മറ്റൊന്നുമില്ല, തിയേറ്ററുകാർക്ക് ചിക്കിളി അടിഞ്ഞാണ്, നല്ലൊരു സംഖ്യ ഓഫർ ചെയ്തതാണ്, അത് വാങ്ങി കീശയിലിട്ട് ഇതിനോട് കണ്ണടിക്കുന്നല്ലേ. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും തിയേറ്ററുകാർ വന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ,
ആലിസ് ക്രിസ്റ്റിക്ക് നേരിട്ട് ഇടപെട്ട് അതങ്ങ് നിർത്തിക്കൂടായിരുന്നു എന്നുള്ളത്. പുള്ളിക്കാർ വിചാരിച്ചെന്താണ്, ഒരു തിയേറ്ററിനെ ബാധിക്കുന്ന ഒരു കാര്യമില്ല അത്, അപ്പൊ അവരെന്നെ വന്ന് ക്ലിയർ ചെയ്തോളൂ എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പുള്ളിക്കാർ അവസാനം വരെ വെയിറ്റ് ചെയ്തിട്ടു. പക്ഷേ തിയേറ്ററുകാരും ഇതിന് കൂട്ടുന്നുള്ളതാണ് അല്ലെ. എന്തൊക്കെയാലും ആലിസ് ക്രിസ്റ്റി ഇതിനെടുത്ത് എഫേർട്ട് വളരെ അഭിനന്ദനാർഹമാണ് അല്ലെ. കാരണം ഈ സിനിമയുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ് ആലിസ് ക്രിസ്റ്റി. പുള്ളിക്കാരിക്ക് ആണെങ്കിൽ അയാൾ എന്തോ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമ കണ്ടിട്ട് അങ്ങോട്ട് പോവാം, ആരൊന്നും ചോദിക്കൂല പറയൂല. പക്ഷെ ആ സിനിമയുടെ എഫേർട്ട് മനസ്സിലാക്കി, ആ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരി ഇങ്ങനെ ഒരു സേവനം ചെയ്തു എന്നുള്ളതാണ്. അതും നട്ടപ്പാത്തിലേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി വരെ നൽകി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സ് വേണം അല്ലെ, അത് പുള്ളിക്കാരിക്ക് ഉണ്ട് എന്നുള്ളതാണ്. എനിവേ എന്തൊക്കെയാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആടുജീവിതം നല്ല ഒരു സിനിമയിൽ ഇത് സംഭവിക്കാൻ പാടില്ല. പോലീസ് കൃത്യമായ നടപടിയെടുത്ത് വരും ദിവസങ്ങളിൽ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ കരുതാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.